അപ്പൊ നമ്മൾ പറയാൻ പോണേ അടുത്ത പ്രിപ്പറേഷൻ ഓഫ് ആൽഡിഹൈഡ് കേട്ടോ. മൂന്നാമത്തെ പ്രധാനപ്പെട്ട ആൽഡിഹൈഡിന്റെ പ്രിപ്പറേഷനെ പറ്റി പറയാൻ പോണേ വളരെ പ്രധാനപ്പെട്ട റിയാക്ഷൻ ആണ്. ഒരുപാട് തവണ ഡയറക്റ്റും ഇൻഡയറക്റ്റും കാറ്റലിസ്റ്റും ഇൻ പ്രസൻസ് ഓഫ് അങ്ങനെയൊക്കെ ചോദിച്ച് ചെയ്തിട്ടുള്ള റിയാക്ഷൻ ആണിത്. അപ്പൊ നമ്മൾ അതിനെ പറ്റി പഠിക്കാൻ പോകണം. ഗ്യാറ്റർമാൻ കൊച്ച് റിയാക്ഷൻ എളുപ്പമാണ്. നേരത്തെ പഠിച്ച നമ്മൾ എറ്റാഡ് റിയാക്ഷനും അതുപോലെ തന്നെ റോസർമൺ റിഡക്ഷൻ ആയിട്ട് വളരെ സിമിലാരിറ്റി ഉള്ള റിയാക്ഷൻ ആണിത്. നമുക്ക് നേരത്തെ രണ്ടെണ്ണം പഠിച്ച പോലെ തന്നെ ഇവിടെ ബെൻസീനെ ബെൻസാൽഡിഹൈഡ് ആക്കി മാറ്റുന്നു. പഠിക്കാൻ വളരെ ഈസിയാണ് കേട്ടോ. ബെൻസീൻ എന്താക്കി മാറ്റുന്നു? ബെൻസാൽഡിഹൈഡ് ആക്കി മാറ്റുന്നു. വളരെ ഈസിയാണ്, ഓർത്തിരിക്കാൻ തന്നെ എളുപ്പമാണ്. ബെൻസീൻ ടു ബെൻസാൽഡിഹൈഡ്. നമുക്കറിയാം ബെൻസീന്റെ ഫോർമുല നമ്മൾ ഓൾറെഡി പഠിച്ചാണ്, എല്ലാവർക്കും അറിയാവുന്നതാണ് ബെൻസീന്റെ ഫോർമുല. ഇതിന്റെ അകത്തേക്ക് CHO കയറി വന്ന സാധനം എന്താ? ഈ ബെൻസാൽഡിഹൈഡ്. വളരെ സിമ്പിൾ ആണ്, ഓർത്തിരിക്കുന്നത് ഇൻ പ്രസൻസ് ഓഫ് എന്താണ് മാത്രം നമ്മൾ ഓർത്തിരുന്നാൽ മതി. ചേർക്കേണ്ട സാധനങ്ങൾ CO, പിന്നെ ചേർക്കേണ്ട HCl, പിന്നെ അൺഹൈഡ്രസ് AlCl3 അല്ലെങ്കിൽ CuCl. ഇത്ര സാധനങ്ങൾ ചേർത്ത് നമുക്ക് സാധനമായി. ഇത് രണ്ടും നമുക്ക് അതിന്റെ കൂടെ ഈസി ആയിട്ട് പഠിക്കാവുള്ളൂ. ബെൻസീൻ ടു ബെൻസാൽഡിഹൈഡ് ഫോർമുല കിട്ടി. ഇൻ പ്രസൻസ് ഓഫ് മാത്രം പഠിക്കേണ്ട ആവശ്യമുള്ളൂ. ഒന്ന് CO എന്ന് പറഞ്ഞാൽ CO2 നിങ്ങൾക്കറിയാം, കാർബൺ ഡൈ ഓക്സൈഡ് ആണ്. ഇപ്പൊ പുള്ളിക്കാരന്റെ അനിയൻ CO, കാർബൺ മോണോക്സൈഡ് കേട്ടോ. പിന്നെ HCl നമുക്കറിയാം, എന്നാലും അറിയാം. പിന്നെ അൺഹൈഡ്രസ് AlCl3 CuCl കൂടെ ചേർത്ത് കൊടുക്കുമ്പോൾ ഇവിടത്തെ ബെൻസീനകത്ത് ഇപ്പൊ ഒന്നുമില്ല അല്ലെ. ഇതിന്റെ അകത്തേക്ക് ബെൻസീനകത്തേക്ക് എന്ത് കയറി വന്നു? നമ്മുടെ ആൽഡിഹൈഡ് ആയിട്ടുള്ള CHO കയറി വന്നു. അപ്പൊ എന്തുണ്ടായി? ബെൻസാൽഡിഹൈഡ് ഉണ്ടായി. ഇതാണ് ഗ്യാറ്റർമാൻ കൊച്ച് റിയാക്ഷൻ കേട്ടോ.